ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് ഇങ്ങനെ സജഷൻ പറഞ്ഞു ചെറിയ ഫ്രീ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്, പക്ഷേ അതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ച് നാൾ ഞാൻ പറഞ്ഞു ഓക്കെ കുറച്ച് നാൾ ജീവിച്ചാൽ എനിക്കിഷ്ടമുള്ള ജീവിച്ചിട്ട് എനിക്ക് മരിക്കാറുള്ളൂ. ഇനി എൻ്റെ ലൈഫ് മുന്നോട്ടൊന്നുമില്ല. പിന്നെ സൂയിസൈഡ് എന്നൊരു ടെൻഡൻസി ഒക്കെ ഭയങ്കര ഹൈ ആയിട്ട് ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്, മുന്നേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഹൈയിൽ എനിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഹൈ എന്നുള്ള ആരും ഇല്ലാത്തൊരു പോയിന്റ്. കാര്യം എനിക്കിങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് വേറെ ചോയ്സസ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെ മരിക്കണം എന്നുള്ള തോട്ടാണ് പിന്നെ ഈ ആകാശത്ത് നിന്ന് ചാടിയാലോ എന്നൊക്കെ ഞാൻ ആലോചിച്ച്. ഫിയർ എന്ന് പറയുന്ന സാധനം നമ്മൾ ഭയങ്കര ഒരു മിസ്റ്ററിയാണ്. കാരണം ഫിയറിനപ്പുറത്തൊരു ജീവിതമുണ്ട്. അത് പക്ഷെ അതിൻ്റെ ഒരു ഹാർഡ് വർക്കും ഉണ്ട്. മീൻസ് അത് കഴിഞ്ഞിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. മീൻസ് ജീവിക്കാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ട്. ഇവൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ 5 മണിക്കൂർ ഇടവിട്ട് എനിക്ക് ട്യൂബ് ഇട്ടെടുക്കാൻ പറ്റിയില്ലെങ്കിൽ സപ്പോസ് എൻ്റെ കയ്യിൽ ട്യൂബ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചു പോകും. അപ്പം കാലിലൊക്കെ ഈ നനഞ്ഞ് തുണിയിലൊക്കെ ഇവിടെ ഇങ്ങനെ യൂറിനേറ്റ് ഇപ്പോൾ നല്ല സ്മെല്ലാണ്, ആരൊക്കെ ഇരിക്കത്തില്ല. അപ്പോൾ ഞാൻ ഒരു സ്കൂളിൻ്റെ ഒരു കോർണറിലിരുന്നാണ് പഠിച്ചു വരുന്നത്. ഒരു റെഡ് ചെയർ ഉണ്ടായിരുന്നു, ആ കോർണറിലിരുന്ന് ഞാൻ പഠിച്ചു വരുന്നതൊക്കെ. ജനിച്ചപ്പോൾ എനിക്ക് 3 കിഡ്നി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസോടെയാണ് ഞാൻ ജനിക്കുന്നതൊക്കെ. എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ പോയിട്ടുള്ള ഹോസ്പിറ്റലും സ്കൂളുമാണ്, ഇതിനപ്പുറത്തോട്ടൊന്നും പോയിട്ടില്ല. അപ്പം മൊത്തം 16 വർഷത്തോളം വീടിനകത്തിരുന്ന് തന്നെയാണ് ഞാൻ ജീവിച്ചത്. അതിനുശേഷമാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ആ ഒരു പോയിന്റിലാണ് പിന്നെ ഞാൻ ഡിഗ്രി പഠിക്കുന്ന പോയിന്റിൽ കിഡ്നി ഫുള്ളി ഫെയിലിയർ ആകുന്ന, ഈ 3 കിഡ്നിയും ഫെയിലിയർ ആകുന്നു. ഫസ്റ്റ് ജമ്പ് എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ ജമ്പ് ചെയ്യണം, നമ്മളിപ്പോൾ നോർമലി ഈ വീഡിയോസിൽ കാണുന്ന ആൾക്കാരുടെ പ്രൊഫഷണൽസിൻ്റെ കൂടെ ജമ്പ് ചെയ്യണോ ഒറ്റയ്ക്ക് ജമ്പ് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ ഒറ്റയ്ക്ക് ജമ്പ് ചെയ്താൽ മതി. അങ്ങനെ 16 ഫീറ്റിൽ കൊണ്ടുപോയിട്ട് എയർപ്ലെയിൻ ഇത് തുറന്നിട്ട് ചാടി. മുന്നേ ഇപ്പോൾ ഒരു 3 മാസം മുന്നേ വരെയൊക്കെ എനിക്ക് കാലുണ്ടായിരുന്നു. ഇപ്പോൾ കാല് പൊട്ടിപ്പോയി. ഏതാണ്ട് 12 ലക്ഷം രൂപയാണ് 5 വർഷം മുന്നേ ഉള്ള എമൗണ്ട്. ഇപ്പം അതിൻ്റെ എമൗണ്ട് 17 ലക്ഷം രൂപയാണ്. എൻ്റെ ഡ്രീമായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് 45,000 ഫീറ്റിൽ നിന്ന് ജമ്പ് ചെയ്യുക. അതിന് നമുക്കൊരു 81 lakhs ഒക്കെ ആവും, 81 ലക്ഷമൊക്കെ ആവും. അല്ല, നമ്മളെ എന്തെങ്കിലും അറിഞ്ഞിരിക്കപ്പെടുന്ന ഒരു നാൾ വരും. ഇന്ന് വൺ ഇന്ത്യ പ്രേക്ഷകർക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത് ഒരു അത്ഭുത മനുഷ്യനെയാണ്. അത് അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ പരിമിതികളെ സ്വന്തം കഴിവുകൊണ്ട് എങ്ങനെ ഒക്കെ നേരിടാം, ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും എങ്ങനെയെല്ലാം ജീവിതത്തിൽ വിജയം കൊയ്യാമെന്ന് നമുക്ക് കാണിച്ചു തന്ന ശ്യാംകുമാർ എന്ന ചെറുപ്പക്കാരൻ. തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശിയായിട്ടുള്ള ശ്യാംകുമാർ വേൾഡിലെ യങ്ങസ്റ്റ് ആംപ്യൂട്ടി സ്കൈ ഡൈവറാണ്. അതുപോലെ തന്നെ വേൾഡിലെ ആദ്യത്തെ യങ്ങസ്റ്റ് പാരാഗ്ലൈഡിംഗ് പരിശീലകനും കൂടിയാണ്. അത് ലൈസൻസുമുണ്ട്. ഇന്ന് വൺ ഇന്ത്യക്കൊപ്പം ചേരുന്നത് ശ്യാംകുമാറാണ്. അദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ശ്യാം, ഇത് ജന്മന ഈ ഒരു പ്രശ്നമുണ്ടായിരുന്നോ? എങ്ങനെയാണ് ഇതിനെ ജീവിതത്തിൽ തരണം ചെയ്തത്? അതെ, കാര്യം ജനിച്ച് 19 വയസ്സിലാണ് എൻ്റെ ആദ്യത്തെ സർജറി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ 8 വയസ്സ് വരെ ഏതാണ്ട് 12 സർജറികളും നടന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇടയ്ക്ക് നടന്നു കാല് മുറിച്ച് മാറ്റിയും നട്ടലിൽ മുഴയുണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്യും. പിന്നെ ബ്ലാഡറിന് അവിടെ യൂറിൻ നോർമലി വിടുന്നതിന് പകരം ഈ സൈഡിലൂടെ തുറന്നു വിട്ടിരുന്നു. പിന്നെ അവിടെ അടച്ചിട്ട് പിന്നെ ഈ ഇടുപ്പിൻ്റെ ഈ പൊക്കളിൻ്റെ താഴെയായിട്ടും തുറന്നു വിട്ടിരുന്നു. അപ്പം അവിടെയെല്ലാം ഞാൻ തുണി വെച്ചിട്ടാണ് പൊക്കൊണ്ടിരുന്നത്. ഞാൻ സ്കൂളിലൊക്കെ LKG പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ അതിനുശേഷം 5 വയസ്സ് തൊട്ട് ഞാൻ യൂറിൻ ട്യൂബ് ഇട്ടെടുക്കാൻ തുടങ്ങി. നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന ഭാഗത്തൂടെ തന്നെ ട്യൂബ് ഇട്ടെടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ എപ്പോഴും നനയൊക്കെ ചെയ്യും. നമ്മൾ ട്യൂബ് ഇട്ടെടുത്താലും നമ്മൾ യൂറിൻ നനയും. അപ്പം കാലിലൊക്കെ ഈ നനഞ്ഞ് തുണിയിലൊക്കെ ഇവിടെ ഇങ്ങനെ യൂറിനേറ്റ് ഒക്കെ നല്ല സ്മെല്ലാണ്, ആരൊക്കെ ഇരിക്കത്തില്ല. അപ്പോൾ ഞാൻ ഒരു സ്കൂളിൻ്റെ ഒരു കോർണറിലിരുന്നാണ് പഠിച്ചു വരുന്നത്. ഒരു റെഡ് ചെയർ ഉണ്ടായിരുന്നു, ആ കോർണറിലിരുന്ന് ഞാൻ പഠിച്ചു വരുന്നതൊക്കെ. അതിനുശേഷം 10ാം ക്ലാസ് വരെ ഞാൻ അങ്ങനെ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അടുത്തിരിക്കാൻ ഒരാളുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അവനൊരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അവനും പോയി, അവന് സ്കൂളൊക്കെ മാറിപ്പോയി, അങ്ങനെ പോയി. അതിനുശേഷം ആ ഒരു പോയിന്റ് വരെ ആരും ഇല്ലാത്തതുകൊണ്ട് അതിനുശേഷമാണ് ഞാൻ പിന്നെ ഈ സൈക്ലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്വന്തമായിട്ട് പഠിക്കുന്നത്. പിന്നെ ഈ 1 കിലോമീറ്റർ ചവിട്ടുക എന്ന് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. എങ്ങനെയായിരുന്നു? വലിയ പ്രയാസമേറിയ കടമ്പയായിരുന്നു. അതെ, ഒരാഴ്ചയോളം ഞാൻ എടുത്തു ഈ സൈക്ലിംഗ് പഠിക്കാനായിട്ട്. അപ്പോൾ ഈ കാലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഇത്രയും സർജറീസ് ചെയ്തിട്ടുള്ള ബോഡിയാണ്. അപ്പം അപ്പോഴേക്കും ഞാൻ 13 സർജറീസോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ടൈമിൽ എല്ലായിടത്തും ഇഞ്ചുറീസ് പറ്റാനും ഒക്കെ ചാൻസ് കൂടിയുള്ളൊരു സാധനമാണ്. നമ്മൾ മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഇഞ്ചുറീസ് പറ്റാം. അപ്പം അങ്ങനെയുള്ള കുറേ കുഴപ്പങ്ങളുണ്ട്. ഇടിച്ചു കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടുണ്ടാകാനും പറഞ്ഞു. പക്ഷേ ജനിച്ചപ്പോൾ എനിക്ക് 3 കിഡ്നി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസോടെയാണ് ഞാൻ ജനിക്കുന്നതൊക്കെ.
അപ്പം ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ അമ്മയ്ക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ ഒരു സൈക്കിൾ മേടിക്കാനുള്ള സാമ്പത്തിക വ്യവസ്ഥയോ അല്ലെങ്കിൽ അന്ന് ഞാൻ ഇങ്ങനെ ടൂറോ കാര്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നു, അന്നൊന്നും ഞാൻ പോയിട്ടില്ലായിരുന്നു. അപ്പം എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ ഞാൻ പോയിട്ടുള്ള ഹോസ്പിറ്റലും സ്കൂളുമാണ്, ഇതിനപ്പുറത്തോട്ടൊന്നും പോയിട്ടില്ല. അപ്പം മൊത്തം 16 വർഷത്തോളം വീടിനകത്ത് ഇരുന്ന് തന്നെയാണ് ഞാൻ ജീവിച്ചത്. അതിനുശേഷമാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വീടിനകത്ത് നിന്ന് ഒരു സർക്കിളിനകത്ത് നിന്ന് ഞാൻ പുറത്തോട്ട് ഇറങ്ങാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ സൈക്ലിംഗ് ഒരു വേ ആയി. ഒരാഴ്ചയോടടുത്ത് ഞാൻ സൈക്ലിംഗ് പഠിച്ചു. സൈക്ലിംഗ് പഠിച്ചതിന് ശേഷം പയ്യെ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ എന്നുള്ളത് പിന്നെ 5 കിലോമീറ്റർ 10 കിലോമീറ്ററായി സ്കൂളിൽ പോകാൻ തുടങ്ങി. അങ്ങനെ യാത്രകൾ ചെയ്യാൻ തുടങ്ങി. അപ്പോഴും 20 കിലോമീറ്റർ 30 കിലോമീറ്റർ ഒന്നും യാത്രകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 5 മണിക്കൂറിലൊക്കെ 100 കിലോമീറ്റർ ഒരു സൈക്ലിംഗ് ചവിട്ടിയിട്ട് തിരിച്ചു വരുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അത്രയൊക്കെ ഒരു ഇതിൽ ഞാൻ എന്ത് ചെയ്തു, എന്നെ ലൈഫ് പുഷ് ചെയ്തിരുന്നു. ഇപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഒരു 1-2 ആൾക്കാർക്ക് സ്പോൺസർ ചെയ്തിട്ട് ഒരു സൈക്കിൾ കിട്ടുകയും ആ സൈക്കിളിൽ വെച്ചിട്ട് ഞാൻ പിന്നെ പഠിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറേ അത്യാവശ്യം ഗ്രാജുവലായിട്ട് വരുമായിരുന്നു. ആ ഒരു പോയിന്റിലാണ് പിന്നെ ഞാൻ ഡിഗ്രി പഠിക്കുന്ന പോയിന്റിൽ കിഡ്നി ഫുള്ളി ഫെയിലിയർ ആവുന്ന, ഈ 3 കിഡ്നിയും ഫെയിലിയർ ആവുന്ന, പിന്നെ ഈ സൈഡിലെ 2 കിഡ്നി റിമൂവ് ചെയ്യുന്നത്, പിന്നെ അങ്ങനെ കുറേ ഇതായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അപ്പോഴും സൈക്ലിംഗ് ഒരു പാഷനായിട്ടും പിന്നെ മുമ്പോട്ട് പാരാഒളിമ്പിക്സിലൊക്കെ മത്സരിക്കുന്നതിന് അതിനുവേണ്ടി ട്രെയിനിങ്ങും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ലൈഫിൽ ഒരു ഹോപ്പ് ഉണ്ടായിരുന്ന ഒരാൾ എല്ലാം നഷ്ടപ്പെട്ട് ഒരു ബാക്ക് ടു വീണ്ടും ഞാൻ 16 വർഷം എങ്ങനെ ജീവിച്ചു ആ എക്സ്പിലോട്ട് തിരിച്ച് വരേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സൈഡിലായിരുന്നു. അങ്ങനെ വന്ന് പിന്നെ തിരിച്ച് എന്താ പറയുക ഡയാലിസിലോട്ട് വന്നു. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഡയാലിസ് ചെയ്യണമെന്നൊരു പോയിന്റ് വന്നപ്പോഴത്തേക്കും പിന്നെ മരിച്ചാലും വേണ്ടില്ല, ഒരു യാത്ര അങ്ങ് പോയി കളയാം, അത് തിരിച്ച് വന്നാലും വരുന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ യാത്ര ചെയ്തിരിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് തിരുവനന്തപുരത്തും തൊട്ട് എൻ്റെ വീട് തൊട്ട് കണ്ണൂർ വരെ സൈക്കിൾ ഓട്ടി. അത്രയും ഹെൽത്ത് സിറ്റുവേഷൻ വെച്ചിട്ട്, അതായത് എനിക്ക് ക്രിയേറ്റിന് അറൗണ്ട് 6 ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും വെച്ചിട്ട് ഒരു 100 കിലോമീറ്റർ ഒന്ന് എണീറ്റ് നിൽക്കുക എന്നുള്ള, ഒരു 10 മിനിറ്റ് 100 കിലോമീറ്റർ എണീറ്റ് നിൽക്കുക എന്നുള്ളത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വെച്ച് ഞാൻ സൈക്കിൾ ഓട്ടി 6 ദിവസം കൊണ്ട് 1000 കിലോമീറ്റർ 6 ദിവസം കൊണ്ട് അങ്ങനെ ഞാൻ ചവിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ച് അവിടെ വെച്ച് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് കണ്ണൂർ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഫുള്ളി പ്രശ്നങ്ങളായി. രാത്രി ഒരു പ്രശ്നങ്ങളൊക്കെ വന്ന് അങ്ങനെ പെട്ടെന്ന് ആംബുലൻസ് വന്ന് ഡോക്ടേഴ്സൊക്കെ വന്ന് ഈ പറഞ്ഞ പോലീസുകാരൊക്കെ വന്ന് എന്നെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അതിന് നേരെ വീട്ടിലോട്ട് വന്ന് നേരെ ഹോസ്പിറ്റലിൽ പിറ്റേ ദിവസം കൊണ്ടുപോയി കാണിച്ച് നേരെ അഡ്മിറ്റായി ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ തിരിച്ച്, അത്രയും വോസ് സിറ്റുവേഷൻ നിന്നാണ് തിരിച്ച് ലൈഫിലോട്ട് വരുന്നത്. ലൈഫിലോട്ടെന്ന് പറയാൻ പറ്റില്ല, പിന്നെയും ഈ പറഞ്ഞ ഒരു ഹോപ്പും ഇല്ലാതെ ജീവിക്കണം. കാര്യം എപ്പോൾ വേണം മരിക്കണം. ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ അത്രയും റിസ്കി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പം അതിൻ്റെ ഒരു കണ്ടീഷനിലും ജീവിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജീവിച്ച് പൊയ്ക്കൊണ്ടിരിക്കെ എൻ്റെ ഹാർട്ടിനൊക്കെ ചെറിയ വേരിയേഷൻസ് ഒക്കെ വന്നു തുടങ്ങി. അങ്ങനെ ഒരു ഡെത്ത് എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് വന്നപ്പോഴത്തേക്കും പിന്നെ അമ്മയുടെ കിഡ്നി മാച്ച് ചെയ്ത് നോക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മാച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അമ്മയ്ക്കും വേറെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം എൻ്റെ കിഡ്നിയിലോട്ട് എടുത്ത് വയ്ക്കുന്നത് എനിക്കും കോംപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പം മെഡിക്കൽ കോളേജുകാരൊന്നും സർജറി ചെയ്തില്ലെന്ന് റിസ്ക് എടുക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മുന്നോട്ട് വേറെ ഹോപ്പില്ലായിരുന്നു. അങ്ങനെയാണ് പിന്നെ കിംസുകാർ ഏറ്റെടുക്കുന്നത്. അവർക്ക് ഫിനാൻഷ്യലി ഒരു ഇതാണ്, പിന്നെ അവർ സാർ ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ഇതെല്ലാം ചെയ്തു. ആ സമയത്ത് കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ട് നേരെ സർജറിക്ക് വേണ്ടിയിട്ട് ഞാൻ പോയി. സർജറി കഴിഞ്ഞു. പിന്നെ ആ സ്റ്റെറോയിഡ് ഫ്രീ ട്രാൻസ്പ്ലാന്റേഷൻ എനിക്ക് ചെയ്തു. അതായത് സർജറി കഴിഞ്ഞ് നമ്മൾ നോർമലി ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യണം. അതായത് നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാകാൻ പാടില്ല. ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ കിഡ്നി അടിച്ചു പോകും. അപ്പം ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്മ്യൂണോ സപ്രസൻസ് മെഡിസിൻ ചെയ്യണം. അത് ഹൈടോക്സിൻസ് ആണ് തരുന്നത്. നമ്മുടെ ബോഡിയിൽ അത്രയും വലിയൊരു സാധനത്തിനെ സപ്രസ് ചെയ്യണമല്ലോ. അപ്പോൾ ഹൈടോക്സിൻസ് തന്നേ പറ്റും. ആ ഹൈടോക്സിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെറോയിഡ്സ് തരാറുണ്ട്. അപ്പോൾ എന്നെ പോലുള്ള പേഷ്യൻ്റെ ഭാഗത്ത് സ്റ്റെറോയിഡ്സ് തന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം എനിക്ക് ഫിസിക്കലി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ആഗ്രഹം ഫിസിക്കലി പുഷ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം പിന്നെ ഇത്രയും വർഷം ഇങ്ങനെ ജീവിച്ച ഒരാൾക്ക് പിന്നെ ഒരു നല്ലൊരു ലൈഫ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കുറച്ചുകൂടെ നോർമൽ ലൈഫ് കിട്ടിയിട്ട് കുറച്ചുകൂടെ നാൾ ജീവിക്കുക എന്നുള്ളതിനോട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് ഇങ്ങനെ സജഷൻ പറഞ്ഞു, സ്റ്റെറോയിഡ് ഫ്രീ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്, പക്ഷേ അതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ച് നാൾ ഞാൻ പറഞ്ഞു ഓക്കെ കുറച്ച് നാൾ ജീവിച്ചാൽ എനിക്കിഷ്ടമുള്ളത് ജീവിച്ചിട്ട് എനിക്ക് മരിക്കാമല്ലോ. അപ്പോൾ ആ ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ചിന്തിച്ചിട്ട് പിന്നെ ആ സർജറിക്ക് വേണ്ടി ഇറങ്ങി. സർജറി കഴിഞ്ഞ് റിജക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു 3 മാസം കഴിഞ്ഞിട്ട് റിജക്ഷൻ ഉണ്ടാവുന്നത്. റിജക്ഷൻ വന്നപ്പോഴത്തേക്ക് 50% വീണ്ടും കുറഞ്ഞു. ഇപ്പം വച്ച കിഡ്നി അമ്മയുടെ കിഡ്നി 50% വീണ്ടും കുറഞ്ഞു. അപ്പോൾ പിന്നെ മുന്നോട്ട് വീണ്ടും എന്താ പറയുക കുറേ സ്ട്രഗിൾസ് വന്നു. ആ സ്ട്രഗിൾസ് പിന്നെ ഇത്രയും നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ വെച്ച് ഇനി മുന്നോട്ട് അധികം ലൈഫും ഇല്ലെന്നൊക്കെ വന്നപ്പോഴത്തേക്കും ഇനി എൻ്റെ ലൈഫ് മുന്നോട്ടൊന്നുമില്ല. പിന്നെ സൂയിസൈഡ് എന്നൊരു ടെൻഡൻസി ഒക്കെ ഭയങ്കര ഹൈ ആയിട്ട് ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്, മുന്നേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഹൈയിൽ എനിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഹൈ എന്നുള്ളത് ആരും ഇല്ലാത്തൊരു പോയിന്റ്. കാര്യം എനിക്കിങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും അന്ന് ഞാൻ കുറേ ഈ സോഷ്യൽ വർക്കിംഗ് എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ അന്ന് ഉണ്ടായിരുന്ന ആൾക്കാർ ആരും പോലും ആ ഒരു സിറ്റുവേഷൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ഡയാലിസിസ് ഒക്കെ തുടങ്ങിയപ്പോൾ തന്നെ ആൾക്കാർ മാറിപ്പോയി. അപ്പം അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ നിന്ന് പിന്നെ എനിക്ക് വേറെ ചോയ്സസ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെ മരിക്കണം എന്നുള്ള തോട്ടാണ് പിന്നെ ഈ ആകാശത്ത് നിന്ന് ചാടിയാലോ എന്നൊക്കെ ഞാൻ ആലോചിച്ച് ചാടുന്നതിൻ്റെ
അതിനൊക്കെ പിന്നെ വിചാരിച്ചു ഓക്കെ ചാടുമ്പോൾ എന്തെങ്കിലും ഇൻസ്ട്രക്ടർ കൊണ്ട് ചാടാൻ പറ്റത്തുള്ളൂ, എന്തായാലും കൂടെ നമുക്കൊരാൾ ഉണ്ടാവും, ഒറ്റയ്ക്ക് എങ്ങനെ ചാടാൻ പറ്റും. ആ തോട്ടാണ് നേരെ ഇതിലോട്ട് കൊണ്ടുപോകുന്നത്, സ്കൈ ഡൈവിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെ പോസിബിൾ, കാര്യം നമുക്ക് നോർമലി ഒരു സ്പോർട്സ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോൾ ഒത്തിരി റൂൾസും കാര്യങ്ങളുടെ അണ്ടറിലാണ് പോകുന്നത്. അപ്പോൾ ഒരു മെനുവറിൽ കയറിയിട്ട് മെനുവറിൽ നിന്ന് ചാടുക എന്ന് പറഞ്ഞാൽ ഒരു ലോയും അനുവദിക്കത്തില്ല. ഇത്രയും ഹെൽത്ത് ഇഷ്യൂസും ഇത്രയും കാര്യങ്ങളുള്ള ഒരാളെ ഒരിക്കലും അനുവദിക്കത്തില്ല. അവരുടെ യൂസ് ഒരിക്കലും അവർക്കെന്ന് പറഞ്ഞാൽ ഒരാളെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ്. അവരെ സംബന്ധിച്ച് വളരെ ചെറിയൊരു അവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി 100 സംതിങ്ങോളം മെയിൽസ് അയച്ചു റെസ്പോണ്ട് ചെയ്തിട്ട് പിന്നെ അവരുടെ അടുത്ത് അവർ ആദ്യം പറഞ്ഞു നോ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ പിന്നെയും പറഞ്ഞ് കൺവിൻസ് ചെയ്തു, ഡോക്ടർ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുക്കാൻ പറഞ്ഞു, അതെല്ലാം കൊടുത്തു. പിന്നെ അവർ ബോർഡുമായിട്ട് ടീം തീരുമാനിച്ചപ്പോൾ എൻ്റെ ബാക്ക് സ്റ്റോറി വെച്ചിട്ട് ഞാൻ ഈ സൈക്കിൾ വെട്ടിയത് എൻ്റെ ട്രാവലിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ആ ഒരു ലൈഫിൻ്റെ ഇത് എക്സ്ട്രീമൊക്കെ വെച്ചിട്ട് പറഞ്ഞു നിനക്ക് ട്രൈ ചെയ്ത് നോക്കാം, പക്ഷെ നമ്മുടെ ലോ സപ്പോർട്ടൊന്നും ഉണ്ടാകത്തില്ല. നിന്നെ ഏതെങ്കിലും ഡ്രോപ്പ് സോൺ വരെ ഏറ്റെടുക്കുവാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഡ്രോപ്പ് സോൺ പോയിട്ടാണ്, ദുബായ് പോലുള്ളൊരു ഡ്രോപ്പ് സോണിൽ പോയിട്ടാണ് നമ്മൾ ജമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ ഒരുപാട് ഡ്രോപ്പ് സോൺസ് ഉണ്ട്, ലോകത്ത് ഒരുപാട് ഡ്രോപ്പ് സോൺസുണ്ട്. അപ്പോൾ ആ ഡ്രോപ്പ് സോൺസിലൊക്കെ പോയിട്ട് റഷ്യയിലുണ്ട്, തായ്ലാൻഡിലുണ്ട്, അങ്ങനെ കുറച്ചിടത്തൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഡ്രോപ്പ് സോണിൽ എല്ലാ ഡ്രോപ്പ് സോൺസും ഞാൻ മെയിൽ അയച്ചു അതിനുവേണ്ടി കണ്ടെത്തി റിസർച്ച് ചെയ്തു. 6 മാസത്തോളം റിസർച്ചിൻ്റെ പുറകിൽ ഒരു ഡ്രോപ്പ് സോൺസിന് എനിക്ക് റെസ്പോണ്ട് ചെയ്തു, അവർ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിൻഡ് ടണൽ ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞു. അതിൻ്റെ മുന്നുള്ള ട്രെയിനിങ് ആണ്. വിൻഡ് ടണൽ നമ്മൾ സ്റ്റേബിൾ ആണെങ്കിൽ, എയറിൽ നമ്മൾ സ്റ്റേബിൾ ആക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കടയും കുറച്ചുകൂടെ നമുക്ക് പോയി അവർക്കൊരു അഷ്യൂറൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ഇത് പറഞ്ഞു. അപ്പം അങ്ങനെ വിൻഡ് ടണൽ ചെയ്തിട്ട് ഒരു ഇത് തന്നപ്പോഴത്തേക്ക് അങ്ങനെ പോകാമെന്നുള്ള തീരുമാനിച്ചതാണ്. അവർ പറഞ്ഞു ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ബട്ട് എനിക്ക് മന്ത്ലി ഒരു 30,000 രൂപ എടുത്തിട്ടാണ് ഞാൻ മെഡിസിൻ എടുത്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പം അങ്ങനെ കുറേ എക്സ്പെൻസ്. അപ്പം എനിക്കൊരു 6-7 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഈ സർജറി കഴിഞ്ഞതിൻ്റെ മിച്ചം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ അതെനിക്ക് വെച്ച് കുറച്ച് നാൾ ജീവിക്കാൻ പറ്റത്തുള്ളൂ. കൂടി പറഞ്ഞ ഒരു 6-7 മാസം ജീവിക്കാൻ പറ്റും, അതിനപ്പുറത്തോട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു പോയിന്റിൽ അപ്പം എന്തായാലും എനിക്ക് എന്തായാലും വേറെ പുഷ് ചെയ്യാൻ ആക്സെപ്റ്റും ഇല്ല. അപ്പം ഇങ്ങനെ എന്നെ തീരുകയാണെങ്കിൽ തീരട്ടെ, കുഴപ്പമൊന്നുമില്ല എന്നുള്ള മൈൻഡിൽ എന്നെ ഇറങ്ങിയിട്ട് വീണ്ടും പുഷ് ചെയ്യാന്നുള്ളൊരു ആക്സെപ്റ്റ്. നമുക്ക് പുഷ് ചെയ്ത ആക്സെപ്റ്റിൽ അങ്ങനെ അവിടെ പോയി ഫസ്റ്റ് ജമ്പ് എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ ജമ്പ് ചെയ്യണം, നമ്മളിപ്പോൾ നോർമലി ഈ വീഡിയോസിൽ കാണുന്ന ആൾക്കാരുടെ പ്രൊഫഷണൽസിൻ്റെ കൂടെ ജമ്പ് ചെയ്യണോ ഒറ്റയ്ക്ക് ജമ്പ് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ ഒറ്റയ്ക്ക് ജമ്പ് ചെയ്താൽ മതി. അങ്ങനെ 14 ഫീറ്റിൽ കൊണ്ടുപോയിട്ട് എയർപ്ലെയിനിൻ്റെ ഇത് തുറന്നിട്ട് നേരെ ചാടി വന്ന് സ്വന്തമായിട്ട് തന്നെ പാരച്യൂട്ട് പുള്ള് ചെയ്ത് വന്ന് ലാൻഡ് ചെയ്തു. ഫസ്റ്റ് ഭയങ്കര ഇതായിരുന്നു എനിക്ക്. പക്ഷെ അങ്ങനെ വലിയ ഇതൊന്നും തോന്നിയില്ല, ഭയങ്കര വലിയ സംഭവമായിട്ട്. കാര്യം ഞാൻ ആ ഒരു സിറ്റുവേഷൻ നിന്നാണ് പോയി ചെയ്യുന്നത്. അപ്പം എനിക്കങ്ങനെ മെൻ്റലി ഭയങ്കര ഇതായിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ ഒരു ഹോപ്പ് വന്നു, ഈ ലൈഫിൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ളൊരു ഹോപ്പ് വന്നു. അങ്ങനെ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ പറയും നീ റെക്കഗ്നൈസ്ഡ് ആണ്, ഇങ്ങനെ കുറേ നിനക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അപ്ലൈ ചെയ്ത് നോക്കുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ഒരു വേൾഡ് റെക്കോർഡ് കിട്ടി. അതിനുശേഷം വീണ്ടും അടുത്ത ജംപ്സ് 2-3 ജംപ്സ് കണ്ടിന്യൂ ചെയ്തു. 3ാമത്തെ ജമ്പിൽ എനിക്കൊരു സ്പിൻ ഉണ്ടായി. നമ്മൾ നോർമലി സ്പിൻ ഉണ്ടാകുമ്പോൾ എയർ പ്രഷർ കാരണം നമുക്ക് G-ഫോഴ്സ് ഉണ്ടാവും. G-ഫോഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ബോധം ലിറ്ററലി ബ്ലാക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ പാരച്യൂട്ട് പുള്ള് ചെയ്തു. എൻ്റെ കൂടെ ഇൻസ്ട്രക്ടേഴ്സിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ സ്വന്തമായിട്ട് പുള്ള് ചെയ്തപ്പോൾ എൻ്റെ ഈ ആവുന്നുള്ള കാലിൽ കുരുങ്ങി പാരച്യൂട്ട് കുരുങ്ങി. ഞാൻ താഴോട്ട് 12 സെക്കൻഡിൽ ക്രാഷ് ലാൻഡ് ആവുന്ന സിറ്റുവേഷനിൽ നിന്ന് 3 സെക്കൻഡ് മാനേജ് ചെയ്ത് ഞാൻ താഴെ വന്ന് ലാൻഡ് ചെയ്ത്. അങ്ങനെ ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ട്. അതിനുശേഷം വീണ്ടും 2-3 സിറ്റുവേഷൻസ് ഉണ്ട്. ഈ എയർ കാരണം ഒരു സ്പിൻ ഉണ്ടായിട്ട് ഞാൻ വന്ന് ക്രാഷ് ലാൻഡ് ആവുമായിരുന്നു, ഈ ലോ ടേൺ എന്നൊക്കെ പറയും. അങ്ങനെയും ക്രാഷ് ലാൻഡ് ആയി മരിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ ഉണ്ടാവും. ഈ സ്കൈ ഡൈവിങ് എപ്പോഴും ഭയങ്കര റിസ്ക് ആയിട്ടുള്ള സ്പോർട്സാണ്, ആർക്കും അധികം അറിയാം. കാര്യം നമ്മൾ ഡ്രോപ്പ് സോൺസിന് കുറേ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലെല്ലാം വരും. അപ്പം പിന്നെ ജമ്പ് ചെയ്തിട്ട് എനിക്ക് വേറൊരു വർഷം മാൽഫങ്ഷൻ സംഭവിച്ചു. ഈ പാരഷൂട്ട് മാൽഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈൻ ട്വിസ്റ്റ് വരും. ഈ നമ്മൾ ടാങ്ക് ടൈപ്പ് ലൈൻസ് കൊച്ചു ഇതല്ലേ, നൂലുകളല്ല, അത് ടാങ്ക് ടൈപ്പ്. അങ്ങനെ സിറ്റുവേഷൻ ഒക്കെ മാനേജ് ചെയ്തു വന്നത്. അങ്ങനെ 6 ജമ്പിൽ 3 നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. 6ാമത്തെ ജമ്പിൽ എനിക്ക് ഒരു സ്പിൻ ഉണ്ടായി. അപ്പോൾ ആ സ്പിന്നിൽ നിന്ന് വന്നപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം, എൻ്റെ കാലിൻ്റെ പ്രശ്നമാണ്, എൻ്റെ ഈ ആർട്ടിഫിഷ്യൽ ലിമ്മിൻ്റെ പ്രശ്നമാണ്. അപ്പം നീ കാലില്ലാണ്ട് ഇനി ഒന്നൊന്ന് ജമ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ ഒന്നൊന്ന് വീണ്ടും ട്രെയിൻ. അപ്പം എൻ്റെ വേറെ എമൗണ്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ തിരിച്ചു വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ കടയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റി തരാം, പാരാഗ്ലൈഡിങ്ങിനെല്ലാം ഫുൾ കോഴ്സ് നിനക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞു. P1 P2 എന്ന് പറഞ്ഞ 2 കോഴ്സ് പൈലറ്റ് ലൈസൻസിങ് കോഴ്സ് ഉണ്ട് പാരാഗ്ലൈഡിങ്ങിൻ്റെ. അത് രണ്ടും എനിക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞു. നേരെ ഹിമാചൽ വേൾഡ് 2nd ഹയസ്റ്റ് പാരാഗ്ലൈഡിങ് സൈറ്റിൽ പോയിട്ട് അത് പോയി പഠിച്ചു. ഈ ബീർ ബില്ലിംഗ് എന്ന് പറയും ഹിമാചലിൽ. എത്ര കാലഘട്ടം എടുത്തു? അത് ഇതൊരു മാസം, സ്കൈഡൈവിങ് ഒരു മാസത്തിൽ കൂടുതൽ. പിന്നെ അതിൻ്റെ ബാക്കിലുള്ള പ്രോസസ്സാണ് ഭയങ്കര. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പരീക്ഷ എഴുതണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ സ്കൈഡൈവിനകത്ത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ചുമ്മാ ഒരിക്കലും കൊണ്ടുപോയി ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെതായിട്ടുള്ള കുറേ ഇതാണ്. നമ്മൾ ഇത്രയുള്ള ബുക്കൊക്കെ ഒരാഴ്ചയൊക്കെ ഇരുന്ന് പഠിച്ചൊക്കെ എക്സാംസ് ഒക്കെ എഴുതണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ട്രെയിനിങ് ആണെങ്കിലും അതുപോലത്തെ ട്രെയിനിങ് ഒക്കെയാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്.
അതിനുശേഷം ഈ പാരാഗ്ലൈഡിങ്ങിലോട്ട് തിരിയുന്നത്. പാരഗ്ലൈഡിങ്ങിലോട്ട് വന്നത് പിന്നെ അവിടെ ഒരു ഗ്രൗണ്ടിൽ ഒരു 6-7 ദിവസം ട്രെയിൻ ചെയ്ത് കനോപ്പി കറക്റ്റ് എങ്ങനെ മുകളിൽ നിർത്തുമെന്നൊക്കെ പഠിച്ചതിന് ശേഷം നേരെ ഫസ്റ്റ് കൊണ്ടുപോയി. എനിക്ക് പിന്നെ ഈ സ്കൈ ഡൈവ് ഇത് വളരെ സിമ്പിളായിരുന്നു, ഭയങ്കര സിമ്പിളായിട്ടുള്ള നമുക്ക് ഇപ്പം കേരളത്തിന് പുറത്തൊക്കെയാണ് ചെയ്യുന്നത്. കേരളത്തിൽ ഇതേപോലെ ഒരു ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ ലൈസൻസ് ഇഷ്യൂ ഉണ്ടോ? കേരളത്തിൽ ഞാനിതൊന്നും ശ്രമിക്കാൻ പോയില്ല. കാര്യം കേരളത്തിലൊന്നും ലൈസൻസിങ് ഒന്നും ചെയ്യുന്നില്ല, ലൈസൻസിങ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ടൂറിസം മേഖലയിൽ ചെയ്യുന്നുണ്ട്, സ്കൈ ഡൈവിംഗ് ഒന്നും ചെയ്യുന്നില്ല. പാരാഗ്ലൈഡിങ് ചെയ്യുന്നുണ്ട്, വർക്കല ചെയ്യുന്നുണ്ട്, പിന്നെ വാഗമൺ ഉണ്ട്. അങ്ങനെ 1-2 സ്ഥലത്തുകൾ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും രീതിയിൽ ഇതൊരു തൊഴിൽ മേഖലയായിട്ട് എടുക്കാനെന്നുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ഇനിയും ഇതിന്റെ പുറകിൽ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ അവേഴ്സും കാര്യങ്ങളും പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടർ ആവണം, കുറെ ലെവൽസ് ഉണ്ട് ഇതിന്. എല്ലാത്തിനും കുറെ ലെവൽസ് ഉണ്ട്. ഇപ്പം സ്കൈ ഡൈവിനും അതിൻ്റെതായിട്ടുള്ള ലൈസൻസിങ് ലെവൽസ് ഉണ്ട്. ബേസിക് ലൈസൻസ് ഉണ്ട്, അതിനുശേഷം പിന്നെ ഒരുപാട് ലൈസൻസിങ് ഉണ്ട്. അപ്പം അതിനെല്ലാം ജംപ്സും ഉണ്ട്, അതിനെല്ലാം റിസ്ക്കും ഉണ്ട്. ഇപ്പം ഇപ്പം പാരാഗ്ലൈഡിങ് ആണെങ്കിൽ പോലും അതിനും റിസ്ക് ഉണ്ട്. കാര്യം എയറിൽ നിന്നിട്ടുള്ളതാണ്. ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു എക്സ്പെക്ട് ചെയ്യാത്തൊരു വിൻഡ് കയറി വന്നാൽ തീരും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ വിൻഡ് ലോസ് ആയി പോയാലും നമ്മൾ ഡ്രോപ്പ് ഔട്ട് ആവും. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ജി ഫോഴ്സ് എല്ലാത്തിനും ഉണ്ട്. അത് സിറ്റുവേഷൻ ബേസിസ് ജി ഫോഴ്സസ് വരും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് രണ്ടും അല്ലാതെ പിന്നെ ഉള്ള സവിശേഷത എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്യാമറാമാനാണ്, എഡിറ്ററാണ്, നല്ലൊരു ഹെലിക്യാം ലൈസൻസ്, ഡ്രോണിന്റെ ലൈസൻസ് ഉണ്ട്. ഡ്രോൺ വെച്ചാൽ ഞാൻ ഇടയ്ക്ക് വർക്ക് ചെയ്യാൻ പോകാറുണ്ടായിരുന്നു. അത് എൻ്റെ ഡെയിലി ലൈഫ് സർവൈലായിട്ടാണ് ഇപ്പം ഞാൻ അതായിട്ടാണ് കൊണ്ടുപോകുന്നത്. എനിക്ക് അതുണ്ടെങ്കിലും അതിലെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ആ ഒരു സൈഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എഡിറ്ററായിട്ടും സ്വന്തമായിട്ട് വീഡിയോ എടുക്കാൻ എല്ലാത്തിനും പോകുന്നത്. അപ്പോൾ ഇപ്പോൾ മുന്നേ ഇപ്പോൾ ഒരു 3 മാസം മുന്നേ വരെയൊക്കെ എനിക്ക് കാലുണ്ടായിരുന്നു. ഇപ്പോൾ കാല് പൊട്ടിപ്പോയി, തുടർന്ന് കാല് പൊട്ടിപ്പോയി. ആ കാലൊരു 5 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാർബണിൻ്റെ ലെഗ് ആയിരുന്നു. അത് വന്നിട്ട് ഏതാണ്ട് 12 ലക്ഷം രൂപയാണ് 5 വർഷം മുന്നേ ഉള്ള എമൗണ്ട്. ഇപ്പം അതിൻ്റെ എമൗണ്ട് 17 ലക്ഷം രൂപയാണ്. അപ്പം അതുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ബാക്കിയുള്ള പ്രോപ്പറായിട്ടുള്ള ആക്ടിവിറ്റീസും എനിക്ക് വെയിറ്റ്ലെസ്സും ആണ്. പിന്നെ എനിക്ക് നട്ടല് സ്പൈനലിൽ വളവും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കാലൊക്കെ ഭയങ്കര വെയിറ്റാണ്. അപ്പം ഈ കാലം തൊട്ടിട്ട് നമുക്ക് നടക്കുമ്പം നമുക്ക് പറ്റത്തില്ല, നമ്മുടെ യൂസർ ഫ്രണ്ട്ലി അല്ല. പിന്നെ നമുക്ക് ഈ കാലം എന്ന് വെച്ചിട്ട് ഒരു ആക്ടിവിറ്റിയും ചെയ്യാനും പറ്റത്തില്ല. ഇതെനിക്കൊരു 10 വർഷം മുന്നേ ഉള്ള കാലം ഇപ്പം എൻ്റെ ഇരിക്കുന്നത്. പക്ഷെ അത് വെച്ച് നടക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ വീഴും. കാര്യം അതിന് ജോയിൻ്റെ കംപ്ലൈൻ്റ് ആണ്, കംപ്ലീറ്റ്ലി കംപ്ലൈൻ്റ് ആണ്. അതിൻ്റെ ഫൂട്ടൊക്കെ തിരിയുന്ന എല്ലാം പോയതാണ്. ഹൈറ്റും ഡിഫറൻസ് നന്നായിട്ടുണ്ട്. കാര്യം കൊച്ചിലത്തെ കാലമായിരിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ്മെന്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും നമ്മൾ ഒരു കാലിൽ എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. അങ്ങനെ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഈ കാലിലപ്പം ഇപ്പോൾ ഒരു കാല് നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ സ്പോൺഷിപ്പ് ഒക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഇതൊക്കെ കിട്ടിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. 17 ലക്ഷം രൂപയല്ലേ അത്രേ ഉള്ളൂ. കാരണം ഞാൻ എൻ്റെ മന്ത്ലി തന്നെ മീറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. കാര്യം അത്രയും നമ്മൾ വർക്ക് ചെയ്ത് അവരും ചിലപ്പോഴൊന്നും വർക്ക് കിട്ടാറില്ല. അറിയാം ഈ ഒരു ഫീൽഡ് അങ്ങനെയാണ്. അത് പൊട്ടിപ്പോയി, ദ്രവിച്ചു. ഇതിൻ്റെ ഇത് അത് നമ്മൾ തട്ടി നടക്കുമ്പോഴത്തേക്കും സപ്പോസ് ഒരു കാല് തട്ടി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മടങ്ങിപ്പോകും, നമ്മൾ ബാക്കിലോട്ട് വീഴും. അപ്പോൾ അതിന് ഹൈറ്റും ഡിഫറൻസ് ഉണ്ട്. എൻ്റെ ഈ 4-1 ഉള്ളൂ. ഇനി അതിനകത്ത് തുണിയൊക്കെ വെച്ചിട്ടാണ് എണീറ്റ് വെച്ച് നടക്കുന്നത്, എടുത്ത് നിൽക്കുന്നത്. പക്ഷെ ഇതിട്ട് നടക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ശീലമായി. പിന്നെ ഈ ഫൂട്ടൊക്കെ ഫുള്ള് പോയതാ. ഇനി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് നടക്കുന്നു. തൽക്കാലത്തേക്ക് ഇവിടെ വീട്ടിനകത്തൊക്കെ ചെയ്യാനുണ്ട്. പുറത്ത് നടക്കാൻ പറ്റില്ല. കാര്യം ഗ്രാഫിക്സിലൊക്കെ തട്ടുമ്പോൾ നമ്മൾ ഷൂസ് വരും, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ ലിമിറ്റേഷൻ. വീണാൽ തന്നെ എനിക്ക് നട്ടലിലൊക്കെ സ്പൈനിലെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഹൈറ്റ് ഡിഫറൻസ് വെച്ച് കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നട്ടലിൽ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഒറ്റ കാലമൊക്കെ നടക്കുന്നതും വർക്ക് ചെയ്യാൻ പോകുന്നതൊക്കെ അങ്ങനെയൊക്കെ തന്നെ പോകുന്നത്. അപ്പോൾ ഒരു കാലം ഞാൻ മെയിൻലി നോക്കുന്നുണ്ട്. നോക്കട്ടെ, ഹോപ്പ് ഫോർ ദാറ്റ്. അതെ, അങ്ങനെയൊക്കെ. ഇതിൻ്റെ കയ്യിലൊരു മെഷീൻ വെച്ചിട്ടുണ്ട്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന. ഇവിടെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ 13 സർജറി ആണത്. ഒന്നുമില്ല, 13 സർജറി. ഇതെനിക്ക് പച്ചക്കാണ് സർജറി ചെയ്യുന്നതൊക്കെ. എന്നെ കുറേ അനസ്തേഷ്യ നിൽക്കത്തില്ല. 12 സർജറി കഴിഞ്ഞപ്പോൾ എല്ലാം ഇതായി. ഈ ചെറിയ സർജറിക്ക് വേണ്ടിയിട്ട് സ്പൈനൽ അനസ്തേഷ്യ ചെയ്യത്തില്ല, പക്ഷേ അതൊക്കെ ഭയങ്കര റിസ്ക്കിയാണ്. അപ്പോൾ വലിയ വലിയ സർജറിക്ക് വേണ്ടി മാത്രമേ അത് ചെയ്യത്തുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. വർക്കിന് വേണ്ടിയും കുറേ ഓടാറുണ്ട്, എല്ലാത്തിലും ഓടുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ഈ ഒരു കാലത്ത് തന്നെ ചെയ്യുന്നത്. ഇന്ത്യക്ക് തന്നെ അഭിമാനമായിട്ട് ഇത്രയും വലിയൊരു സാഹസികനെ, അത് ഒരുപാട് ആൾക്കാർ ഇത് അറിഞ്ഞ് കണ്ട്
സഹായത്തിലേക്ക് എത്തേണ്ടതാണ്. അങ്ങനെ എത്തുമെന്നൊക്കെ നല്ലൊരു വലിയ പ്രതീക്ഷ കുറെ ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. ഒരു 8 മാസമായിട്ട് ഞാൻ എൻ്റെ പുറകെ നടക്കുകയാണ്, പക്ഷെ ഇന്നേരം കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എത്തപ്പെടുന്നില്ലല്ലേ? അല്ല, ഒന്നിലും എത്തിപ്പെടുന്നില്ല. ഇടയ്ക്ക് നമ്മുടെ സൈലത്തിൽ അനന്ത് സാർ വന്നിട്ട് എനിക്ക് 2 ലക്ഷം രൂപ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 15 ലക്ഷം രൂപയിൽ 2 ലക്ഷം രൂപ, ഇനി 15 ലക്ഷം രൂപ നോക്കണം. അപ്പം സാർ ഒരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ്. സൈലത്തിലെ സാർ വലിയ സംഭവം, അത് ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ സാർ സോഷ്യൽ മീഡിയയിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ആ 2 സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്ന് മാനേജ് ചെയ്ത് പോകുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം നാട്ടുകാരൻ ഈ നാട്ടിലെ ഇതൊരു അതും ഇത്രയും ഡിഫിക്കൽട്ടായിട്ട് വലിയ സ്കൈ ഡൈവ് ചെയ്യുക അല്ലെങ്കിൽ പാരാഗ്ലൈഡ് ചെയ്യുക, അത് ഈ പരിമിതി നിന്നുകൊണ്ട് ശ്യാമിനെല്ലാം സ്ട്രഗിൾ ചെയ്യാണ്. എങ്ങനെയുണ്ട് കൂട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളുടെയൊക്കെ ഒരു? എനിക്കൊരു കൂട്ടുകാരൻ ഇപ്പോൾ ഉള്ളൂ, ഒരാൾ വീൽ ചെയറിലുള്ള ചേട്ടനുണ്ട്. പുള്ളിക്കാരൻ എൻ്റെ വീട്ടാണ്. അങ്ങനെ 1-2 അവരുടെ 1-2 പേരുണ്ട്, ഇത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ആരും എനിക്കിപ്പോൾ കൂട്ടുകാരായിട്ടൊന്നുമില്ല. ചേട്ടനാണ് മെയിൻ. ചേട്ടനാണ് എപ്പോഴും എവിടെ പോകണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ചേട്ടനാണ് മെയിൻ. അതിനുശേഷം എനിക്കിവിടെ നാട്ടുകാരെന്ന് പറയാനായിട്ട് ആരുമായിട്ട് ഇങ്ങനെ മോസ്റ്റ്ലി ഞാൻ വീട്ടിനകത്താണ്. അപ്പം അങ്ങനെ ഒന്നും. പിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാമെന്ന് തന്നെ എനിക്കറിയത്തില്ല. കാര്യം അങ്ങനെയാണ് ഈ നാട്ടിലൊക്കെ. ഒരു ഫ്ലെക്സ് പോലും ഇവിടെ ഇല്ല. അപ്പം അവരാരും വലിയ കെയർ കൊടുക്കണം. എന്നെ എപ്പോഴും കണ്ടിട്ടുള്ള ആൾക്കാർ, ഞാൻ ഇങ്ങനെയുള്ള ഓരോ ആക്ടിവിറ്റീസ് കൊടുക്കണം, മരം കയറുന്നതും തെങ്ങ് കയറുന്നതും എല്ലാം കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതൊന്നും അല്ല എന്നുള്ള രീതിയിൽ തോന്നുന്ന ആൾക്കാരാണ്. എനിക്ക് അങ്ങനെ അറിയത്തില്ല അവരെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് എനിക്കറിയത്തില്ല, ഈ നാട്ടുകാർ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ളത്. പക്ഷെ അന്നോട്ട് ഇന്നലെ ഒരു സപ്പോർട്ടൊന്നും ഉണ്ടായിട്ടില്ല. അന്നോട്ട് അങ്ങനെ ഒരു ആൾക്കാരെ എന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയത്തില്ല. പക്ഷേ ഇനി ഇത് കണ്ടറിഞ്ഞ് അവർക്ക് ഒരു മാറ്റം വരുമെങ്കിൽ അത് വലിയ ചരിത്രമായിരിക്കും കേട്ടോ. അല്ല, നമ്മളെ എന്തെങ്കിലും അംഗീകരിക്കപ്പെടുന്ന ഒരു നാൾ വരും. അവരെല്ലാവരും അംഗീകരിക്കപ്പെടുന്ന നാൾ വരും. ഓഫ്കോഴ്സ് വരും. കാര്യം ഇതൊന്നും ഇല്ലായിരുന്ന കാലത്ത് ഞാൻ ഇതുവരെ എത്തി. ഇവരെ അംഗീകരിച്ചില്ലെങ്കിൽ എന്നെ ഒരുപാട് സ്ഥലത്ത് എൻ്റെ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർ എന്നെ എത്രത്തോളം അംഗീകരിക്കുന്നുണ്ടെന്ന് നന്നായിട്ട് അറിയാം. കാര്യം അവർക്കറിയാം ഇതിൻ്റെ ഡിഫിക്കൽട്ടി എത്രയാണെന്നുള്ളത്. ഇത് പോയി ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ആക്സെപ്റ്റിലുള്ള ഡിഫിക്കൽട്ടി, ഇതിൻ്റെ റിസ്ക്, എൻ്റെ ലൈഫിൻ്റെ റിസ്ക്, എൻ്റെ ഡോക്ടേഴ്സിന് എൻ്റെ അടുത്തുള്ള റെസ്പെക്റ്റ്, എല്ലാവർക്കും എന്നെപ്പറ്റി അത്രയും ഡീപ്പായിട്ട് അറിയാമെന്നുള്ളവർക്ക് അറിയാം എനിക്ക് എൻ്റെ അടുത്തുള്ള ഒരു സാധനം ഉണ്ട്. അല്ലാതെ ആർക്കും അത് കിട്ടണമെന്നില്ല. തീർച്ചയായിട്ടും. അപ്പം അതുപോലെ അത് ചിന്തിക്കേണ്ട സാധനമാണ്, തിരിച്ചറിയേണ്ട കാര്യമാണ്. ഇപ്പം പഠിച്ചതൊക്കെ MG കോളേജ് സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കിഡ്നി ഫെയിലിയർ ആവുന്നത്. അതിനുശേഷമാണ് പിന്നെ ഈ ഒരു ഡയാലിസിസ് ആക്സിലൊക്കെ പോകുന്നതും എല്ലാം അങ്ങനെ ഒരു ട്രാക്കാണ്. ഇപ്പം പിന്നെ ഇങ്ങനെ നമ്മളെല്ലാം പുഷ് ചെയ്ത് ജീവിക്കുന്നു. ഇപ്പം എൻ്റെ ഡെയിലി ലൈഫ് ഇതായിട്ടൊക്കെ ജീവിക്കുന്നു. അപ്പോൾ ഇനി റഷ്യയിലാണ് അത്യാവശ്യം ചീപ്പായിട്ട് വേണ്ടിയിട്ടുള്ള ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ പോയി ട്രെയിൻ ചെയ്യണമെന്നുണ്ട്. പിന്നെ തായ്ലാൻഡിൽ പോയി വീണ്ടും അവിടെ ഡ്രോപ്പ് സോണാണ് എന്നെ അംഗീകരിക്കുന്നത്. അപ്പോൾ ആ ഡ്രോപ്പ് സോണിൽ പോയി അടുത്ത് ബാക്കി ജംസ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ എൻ്റെ ഡ്രീമായിട്ട് ഞാൻ ചെയ്യുന്ന 45,000 ഫീറ്റിൽ നിന്ന് ജമ്പ് ചെയ്യുക. അതിന് നമുക്കൊരു 81 lakhs ഒക്കെ ആവും, 81 ലക്ഷമൊക്കെ ആവും. അതായത് ഇപ്പം ഒരു വലിയ കാർഗോ ഷിപ്പിൽ പോയിട്ടാണ് നമ്മൾ ജമ്പ് ചെയ്യുന്നത്. മീൻസ് പ്ലെയിനിൽ പോയിട്ടാണ് എയർഫോഴ്സിൻ്റെ വലിയ ഒരു US പ്ലെയിനിൽ പോയിട്ടാണ് ജമ്പ് ചെയ്യുന്നത്. ഒത്തിരി നേവിയിലേക്ക് അനുവദം, അങ്ങനെ ഒരുപാട് കാര്യം US പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഈ ലോകത്ത് തന്നെ 8 പേര് അത് ചെയ്തിട്ടുള്ളൂ. അത് 43,000 ഫീറ്റിൽ, 45,000 ചെയ്തിട്ടില്ല. പിന്നെ ഒറ്റൊരാൾ ചെയ്തിട്ടുള്ളത് അത് സ്പേസിൻ്റെ എഡ്ജിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. അത് 1,27,000 ഫീറ്റ്. അതുമാണ് ഈ ലോകത്തിലെ ഏറ്റവും വേൾഡ് റെക്കോർഡ്സ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ 45,000 ഫീറ്റിൽ പോയി ജമ്പ് ചെയ്താലും വേൾഡിൽ തന്നെ നമുക്ക് അറിയപ്പെടുന്ന വീഡിയോകളിൽ കണ്ട് ശീലമുള്ളതോ അല്ലെങ്കിൽ സിനിമകളിൽ കണ്ട് ശീലമുള്ള സ്കൈ ഡൈവ് ഇത് അനുഭവിച്ച ആളെന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ പറ്റുമോ? എടുത്ത് ചാടുമ്പോഴുള്ള അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. കാര്യം ലൈഫ് ഒരൊക്കെങ്കിലും ചെയ്യണം. പിന്നെ ഫിയർ എന്ന് പറയുന്ന സാധനം നമ്മൾ ഭയങ്കര ഒരു മിസ്റ്ററിയാണ്. കാരണം ഫിയറിനപ്പുറത്തൊരു ജീവിതമുണ്ട്. അത് പക്ഷെ അതിൻ്റെ ഒരു ഹാർഡ് വർക്കും ഉണ്ട്. മീൻസ് അത് കഴിഞ്ഞിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. നമുക്ക് എന്ത് വന്നാലും ഒന്നും ഫീൽ ചെയ്തില്ല. ഫിയർ എന്ന് പറഞ്ഞ സാധനം കാണത്തില്ല. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പം ഷ്യാമിൻ്റെ ഇൻസ്റ്റാ പേജ് അല്ലേ, അത് ഏറ്റവും കൂടുതൽ അത് വളരെ സപ്പോർട്ടീവായിട്ട് ഒരുപാട് കമന്റ്സ് വരാറുണ്ട്, ലൈക്സ്, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. ചില സമയത്ത് നെഗറ്റീവ്സും വരാറുണ്ട്. ഓരോരുത്തർ കാലേജിൽ ചെയ്തത്. പിന്നെ ഞാൻ അവരുടെ അടുത്ത് പറയാം, ഓക്കെ കാലം നീ വാങ്ങിച്ചാന്ന് പറയും. അതെല്ലായിടവും കാണുമല്ലോ, എല്ലായിടത്തും കാണും. 2 അതാണല്ലേ ുള്ള മറുപടി. എത്രയുള്ളൂ? മോഡലിംഗ് ഞാൻ ചെയ്യാറുണ്ട്. മോഡലിംഗ് ഷോസൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ഫീൽഡിലും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. മീൻസ് നമുക്ക് ഒന്നും ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫീൽഡിലും നമ്മൾ കരിയർ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ല, ഇത് എന്ത് റിസ്ക് എടുക്കുമ്പോഴും യെസ് അല്ലെങ്കിൽ ഓക്കെ മോനെ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പം വൃക്ക കേസ് പറയുന്നത് അമ്മയുടെ ഫാക്ടർ ഭയങ്കര സപ്പോർട്ടുണ്ട്. ഫാമിലി സപ്പോർട്ടാണല്ലോ ഏറ്റവും കൂടുതൽ. എനിക്ക് ഫാമിലി സപ്പോർട്ടിനപ്പുറത്ത് എനിക്കിപ്പം എന്നെ
കൂടുതൽ മനസ്സിലാക്കുന്നവരായതുകൊണ്ട് തന്നെ അവരിപ്പോൾ എൻ്റെ കാര്യത്തിലൊന്നും അധികം സംസാരിക്കാറില്ല. ഞാൻ എന്ത് പറഞ്ഞാലും ഓക്കെ നീ പോയി ചെയ്യ് എന്നുള്ളൊരു സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പം ഇപ്പം അവർക്കൊരു വിശ്വാസമുണ്ട്. മുന്നേ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവർക്ക്. കാര്യം ഇത്രയും അസുഖമുള്ള ഒരാൾ എങ്ങനെ പുറത്തിറങ്ങും, എങ്ങനെ മുന്നോട്ട് ജീവിക്കും എന്നുള്ളത് ഒരിക്കലും അവർക്ക് അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. കാര്യം ഇത്രയും കണ്ടീഷൻസ് ഉണ്ട്, മീൻസ് ജീവിക്കാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ട്. ഇവൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ 5 മണിക്കൂർ ഇടവിട്ട് എനിക്ക് ട്യൂബ് ഇട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ, സപ്പോസ് എൻ്റെ കയ്യിൽ ട്യൂബ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചു പോകും. അത്രയും റിസ്ക് എനിക്കുണ്ട്. അത് ട്യൂബ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ബ്ലാഡറും ബ്ലാസ്റ്റ് ആയിട്ട് മരിച്ചു. ബ്ലാഡർ ഓഗ്മെന്റേഷൻ ചെയ്തിട്ടുണ്ട്, കുടലിൻ്റെ ഒരു പാർട്ട് വെച്ച് ബ്ലാഡറിനെ വലുതാക്കിയിട്ടുണ്ട്. അങ്ങനെ അത്രയും ക്രൂഷ്യൽ സർജറീസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഓക്കെ. അപ്പോൾ അത് വെച്ചിട്ട് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ തന്നെ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി എന്നുള്ളൊരു പേഴ്സ്പെക്റ്റീവിന് അപ്പുറത്താണ് നിൽക്കുന്നത്, മനസ്സിലാവും. അതൊരിക്കലും അത് ഫിയറിന് മുകളിലാണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഇപ്പം ഗവൺമെന്റ് ഇത് ഗവൺമെന്റ് സ്പോൺസർഷിപ്പ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു പക്ഷേ രാജ്യം തന്നെ ഗവൺമെന്റ് അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയിട്ടുണ്ടായിരുന്നോ? ഞാൻ എല്ലാ ആസ്പെക്റ്റിലും പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഒരു രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. എന്തോ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ ഈ ഒരു ഹേറ്റ് ഉള്ളത്. ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്ന ആളല്ല, ഞാൻ വീട്ടിൽ കിടക്കുന്ന ആളാണ്. അത് മുന്നേ തന്നെ ഇവൻ്റെ ശൈല ടീച്ചർക്ക് മറ്റേ ഫ്ലഡ് റിലീഫിനൊക്കെ ഞാൻ ഒരുപാട് പോയി സഹായിച്ച സമയത്ത് എന്നെ പറ്റിയൊക്കെ ഒത്തിരി ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ എൻ്റെ ചികിത്സ ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞു. ഒരു രൂപ പോലും അവർക്ക് തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു രൂപ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വല്ല നമ്മുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടിയിട്ട് നോർമലി എല്ലാ രോഗികൾക്കും 3 ലക്ഷം രൂപ വരെ കിട്ടും. പക്ഷെ എനിക്ക് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. പ്രൈവറ്റിൽ അറിയാലോ, നല്ല എക്സ്പെൻസീവ് നടന്നത്. അപ്പം ആ ഒരു ആസിഡ് പോലും ഗവൺമെന്റ് അകത്തൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് തോമസ് ഐസക് സാറൊക്കെ പോസ്റ്റ് ഇട്ടാണ് എന്നെ പറ്റി, നേരെ കണ്ടിട്ടൊക്കെ പോസ്റ്റ് ഇട്ടാണ്. ഒത്തിരി ന്യൂസൊക്കെ ഏതൊരു കേസൊക്കെയാണ് അതൊക്കെ. പക്ഷെ അതൊന്നും ആരും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ഹേറ്ററിറ്റി ആണോ ഉള്ളതെന്നും എനിക്കറിയത്തില്ല. ഇതിനെപ്പറ്റി ഇതൊക്കെ കോൺട്രവേഴ്ഷ്യലാണ്, ഇതൊന്നും എനിക്കറിയത്തില്ല. സോ അതൊക്കെ അവരുടെ, പിന്നെ ഞാൻ ഈ പറഞ്ഞ ആരെന്തായാലും സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ മുന്നോട്ട് പുഷ് ചെയ്യും. അത് ഇനി വേർഡ് തന്നെ ഇല്ലെങ്കിലും ഞാൻ അത് മുന്നോട്ട് സപ്പോർട്ട് ചെയ്യും. അത് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റീസിന് എല്ലാ വിധത്തിലുള്ള പിന്തുണയുമാണ് മിക്ക പുറത്തുള്ള രാജ്യത്തൊക്കെ, ഇവൻ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റേ ആൽഫ എന്നുള്ള കുട്ടികൾക്ക് പുറത്തുള്ള രാജ്യമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ തന്നെ ഫുൾ ഏറ്റെടുത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്പോൺസർ ചെയ്യുന്നുണ്ട്. അവർ ബാഡ്മിൻ്റൺ ആയിട്ടൂടി, ബാഡ്മിൻ്റൺ പ്ലെയർ ആയിട്ടൂടി. അപ്പോൾ എന്നെ പോലൊരു ആൾക്ക് ഇത്രയും ലിമിറ്റേഷൻസ് ഉള്ള ഒരാൾക്ക്, ഡിസേബിലിറ്റി മാത്രമല്ല, ഡിസേബിലിറ്റി മാത്രമാണെങ്കിൽ എനിക്ക് പിന്നെയും കംഫർട്ടബിൾ ആവാൻ പറ്റും. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്, ഇത്രയും ഹെൽത്ത് ഇഷ്യൂസ് വെച്ചിട്ട് ഞാൻ ഡെയിലി സർവ് ചെയ്യാൻ തന്നെ ഞാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം അവിടെ ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ അത് വലിയൊരു, അത് എനിക്കറിയത്തില്ല. ബട്ട് വാട്ട് എവർ ഞാൻ പുഷ് ചെയ്യും. ഞാൻ ഇപ്പോഴും തുറക്കേണ്ടതാണല്ലേ. അത് ഹോപ്പ് ഫോർ ദാറ്റ്. ഇതെല്ലാം അങ്ങനെയൊക്കെ ചർച്ച ചെയ്യപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്രേ ഉള്ളൂ, എല്ലാം ഹോപ്പാണ്. അതെ, എന്തായാലും ഇത്രയും നേരം നമ്മളോട് വിശേഷങ്ങൾ പറഞ്ഞല്ലേ. ഒരുപാട് ഇനിയും ഉയരങ്ങളിലേക്ക് എത്താനുണ്ട്, ഒരുപാട് കടമ്പകളുണ്ടല്ലേ അതിന്. എല്ലാ വിധത്തിലുള്ള വിജയാശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.